നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് അവന്തിക ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് നാഗേന്ദ്രന്റെ അടുത്ത് ചെല്ലുന്നത്. കാരണം അബിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. ഇനിയിപ്പം അബിയെ കുറ്റപ്പെടുത്തില്ലല്ലോ. അതിനെക്കുറിച്ച് നാഗേന്ദ്രനോട് സംസാരിക്കുകയാണ്. അച്ഛാ, എന്നാലും ഞാൻ ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു പ്രതീക്ഷിച്ചില്ല. ഇപ്പൊ ആ നവ്യ എന്ന് പറയുന്നവളെ എല്ലാം വിശ്വസിച്ചിരിക്കുമെന്ന് പറഞ്ഞു. നാഗേന്ദ്രൻ പറഞ്ഞു, അതാ മോളെ എന്റെ മിടുക്ക്. ഇനി ഇങ്ങനെ തന്നെ അങ്ങോട്ടേക്ക് മുന്നോട്ട് പോട്ടെ. അധികം വൈകാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ നടക്കും. അവന്റെ പട്ടാഭിഷേകം അതാണ് ഇനിയിപ്പം നമ്മൾ നടത്തേണ്ടതെന്ന് പറഞ്ഞു. അത് മാത്രല്ല, മോളുടെ വിവാഹം നടക്കണമെന്ന് പറഞ്ഞു. അല്ലച്ച, അത് പിന്നെ എത്രയും പെട്ടെന്നെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നടക്കണം. കാരണം ഈ പറയുന്ന നവീനെ പോലെ, അതുപോലെ തന്നെ നവീന്റെ മുത്തശ്ശന്റെ കാര്യം അറിയാലോ, അഗ്രക്കെണ്ണിന അയാളെ പോലുള്ളൊരു വക്കീലൊക്കെയുള്ള വീട്ടിലേക്ക് എന്റെ മോള് കയറിച്ചില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ മോളുടെ ഭാഗ്യമായിട്ട ഞാൻ കരുതുന്നേ. അത് മാത്രം ഒരു നല്ല കുടുംബം കൂടെയാണത്. പിന്നെ ഇനിയിപ്പം നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അബി ഞാനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ എല്ലാവരും അറിഞ്ഞാലും പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതൊന്നും ഓർത്ത് എന്റെ മോള് ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞു. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും യാതൊരു കാര്യമില്ലെന്ന് പറഞ്ഞു. അവന്തി പറഞ്ഞു, അല്ല പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ലോ അല്ലേ അച്ഛാ? എന്ത് പ്രശ്നം ഉണ്ടാവാനായിട്ട്? അബിയുടെ ജോലിയും കൂടെ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ലാന്ന് പറഞ്ഞു. അബിയോടെ കയറി കൂടിയിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല. അപ്പോഴേക്കും അവധി പറഞ്ഞു, അച്ഛാ, അബിയേട്ടൻ എപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന നബിയെടുത്ത് കാണുവാണ് അബിയേട്ടൻ ജോലി ഇട്ടിരിക്കുന്നെന്ന. സ്വന്തം കമ്പനിയിലേക്കാ മാനേജറായിട്ട് വരാൻ പോകുന്നുള്ള കാര്യം അബിയേട്ടൻ അറിയില്ലോ എന്ന് പറഞ്ഞു. നാഗേന്ദ്രൻ പറഞ്ഞു, അതെന്തായാലും ഇത്രയും കൂടെ കഴിഞ്ഞിട്ട് അറിഞ്ഞാൽ മതി. അപ്പോഴേക്കും ചില മാറ്റങ്ങളൊക്കെ നമുക്ക് വരുത്തേണ്ടതായിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ മോളെ, നവീൻ നിന്നെ വിളിക്കാൻ മറ്റോ ചെയ്തായിരുന്നോ എന്ന് ചോദിച്ചു. ഇല്ലച്ചാ, നീ അങ്ങോട്ടേക്കും വിളിച്ചില്ലേ? ഇല്ലാന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ ഒന്ന് വിളിക്കാൻ മേലായിരുന്നോ? വിളിച്ചൊന്ന് സംസാരിക്കാൻ മേലായിരുന്നോ? ബന്ധങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ഊട്ടിയുറപ്പിക്കണം. അല്ലെങ്കിൽ അതിനെന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല. വിള്ളലുകൾ ചിലപ്പോൾ വീണെന്നിരിക്കും. അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ നന്നായിട്ട് അടുക്കണം. വേർപിരിയാനാവാത്ത വിധം അത് എത്രയും പെട്ടെന്ന് തന്നെ വേണം. അതിനുശേഷം കല്യാണമൊക്കെ നടത്തിയാലും മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ അവന്തിക വിളിക്കുകയാണ്. അവന്തിക നവീനെ വിളിച്ചു കഴിഞ്ഞപ്പം നവീൻ ചോദിച്ചു, എന്താ അവന്തികെ? അല്ല നവീനേട്ടൻ തിരക്കിലോ മറ്റാണോ? ഇല്ല, കുഴപ്പമില്ല. അതെ, നവീനേണ്ണെ ഒന്ന് കാണാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. കാണാനോ? അതെ. ഇത് കേട്ടപ്പോ നവീൻ പറഞ്ഞു, ഞാനും ഒന്ന് കാണാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. കാരണം എനിക്കും ചില കാര്യങ്ങളൊക്കെ പറയാണ്ടെന്ന് പറഞ്ഞു. ആണോ? എന്നൊരു കാര്യം ചെയ്യാം, ഞാൻ വരാന്ന് പറഞ്ഞു. എന്നാൽ നീ പാർക്കിന്റെ അങ്ങോട്ടേക്ക് വന്നാൽ മതി, ഞാൻ അവിടെ കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്തു? സന്തോഷത്തോടു കൂടിയിട്ടാണ് അവന്തിക കോള് കട്ട് ചെയ്യുന്നത്. ആ സമയത്ത് അവന്തി പറഞ്ഞു, അതെ എല്ലാം ഓക്കെ അച്ഛാ, പാർക്കിന്റെ അങ്ങോട്ടേക്ക് ചെല്ലാനായിട്ടാണ് നവീനേട്ടൻ പറഞ്ഞിരിക്കുന്നത് എന്ന് നാഗേന്ദ്രനോട് പറയാണ്. നാഗേന്ദ്രൻ പറഞ്ഞു, മോളെ, അവൻ നല്ല പയ്യനാ, അറിയാവുന്ന കാര്യമാണല്ലോ. അവനെ കിട്ടാന്ന് പറഞ്ഞാൽ നിന്റെ ഭാഗ്യമാണ്. അതുകൊണ്ടല്ലേ നീ കാണാന്ന് പറഞ്ഞു കഴിയുമ്പോ തന്നെ അവൻ പാർക്കിലേക്കൊക്കെ വരാൻ പറഞ്ഞ. നീ ധൈര്യമായിട്ട് പോയിട്ട് വാ. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കാര്യത്തിൽ എനിക്കൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് നാഗേന്ദ്രൻ പറയുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോ നവീന്റെ അടുത്തേക്ക് അവന്തിക വന്നിട്ട് ചോദിച്ചു, എന്താ നവീനേട്ടാ കാണണമെന്ന് പറഞ്ഞു? എന്താന്ന് ചോദിച്ചു. നവീൻ പറഞ്ഞു, അതെ, മുമ്പ് ഞാൻ നിന്നെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും എനിക്ക് നിന്നോട് കാര്യങ്ങളൊന്നും തുറന്നു പറയാനായിട്ട് പറ്റില്ല. പക്ഷെ ഇനി അത് പറയാതിരുന്നാൽ ശരിയാവത്തില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവന്തി ചോദിച്ചു, സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമാണെന്ന് ചോദിച്ചു. അതെ, കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. നിന്റെ വീട്ടിലേക്ക് ഞാൻ പെണ്ണ് കാണാൻ വന്നതുപോലും മുത്തശ്ശനും അമ്മയൊന്നും എന്നോട് പറഞ്ഞിട്ടല്ല. കാരണം അവരെന്നോട് ഇതിനെക്കുറിച്ചൊന്നും പറയാതെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്ന്. എനിക്ക് അറിയണ്ടായിരുന്നില്ല നിന്നെ പെണ്ണ് കാണാൻ വന്നതാന്ന് പോലും. പക്ഷെ അവിടെ വന്നു കഴിഞ്ഞപ്പോഴാ കാര്യങ്ങളൊക്കെ അറിഞ്ഞ്. അത് കേട്ടപ്പോൾ അവന്തി പറഞ്ഞു, എന്റെ കാര്യം അങ്ങനെ തന്നെയാ, എനിക്കും അറിയണ്ടായിരുന്നില്ല. അല്ല, ഇപ്പോഴെന്ത് പറ്റി? നവീനേട്ടന്റെ സങ്കല്പത്തിലുള്ള ഒരു പെൺകുട്ടിയല്ലേ ഞാനെന്ന് ചോദിച്ചു. അപ്പോഴേക്കും നവീൻ പറഞ്ഞു, അതിനകത്തൊരു പ്രശ്നമുണ്ട്. നിന്നെ വിഷമിപ്പിച്ചല്ലേ, ക്ഷമിക്കണം. ഇതിനു മുമ്പ് നിന്നെ വിളിച്ചു കഴിഞ്ഞപ്പോഴും ഞാൻ കാര്യങ്ങളൊക്കെ തുറന്നു പറയണമെന്ന് ഓർത്താ. പക്ഷെ എനിക്ക് അന്ന് പറയാൻ പറ്റില്ല. എന്റെ മനസ്സിൽ ഒരു പെൺകുട്ടിയുണ്ട്. ഞാൻ വിവാഹം കഴിക്കുകയാണെങ്കിൽ അവളെ മാത്രം വിവാഹം കഴിക്കോളെന്ന് പറഞ്ഞു. അവന്തിക്ക് വല്ലാത്തൊരു ടെൻഷനായിപ്പോയി. തലയ്ക്ക് അടിയേറ്റ പോലെ അവന്തിയെ നിൽക്കുകയാണ്. അല്ല, എന്താ നവീനേട്ടാ പറയണമെന്ന് ചോദിച്ചു. അതെ, ഇത് ഇനിയെങ്കിലും ഞാൻ തുറന്നു പറഞ്ഞില്ലെങ്കിൽ ശരിയാവത്തില്ല എന്ന് എനിക്ക് തോന്നി. ആ സമയത്ത് അവന്തി പറഞ്ഞു, നമ്മുടെ വീട്ടുകാരൊക്കെ ഈ ബന്ധമായിട്ട് മുന്നോട്ട് പോകാൻ തിന്നാൻ തീരുമാനിച്ചിരിക്കുക. അവര് ഭയങ്കര സന്തോഷത്തിലാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നവീൻ പറഞ്ഞു, അവന്തികയെ സന്തോഷത്തിലല്ലേ? അതെ, എനിക്കും നവീനേട്ടനെ ഇഷ്ടമായിരുന്നു. ആ സമയം നവീൻ പറഞ്ഞു, ഇതിനു മുമ്പ് ഞാൻ നിന്നെ വിളിച്ച ഇതിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അന്ന് നീ പ്രതീക്ഷയോട് സംസാരിച്ചു കഴിഞ്ഞപ്പം എനിക്കൊന്നും തുറന്നു പറയാൻ പറ്റിയില്ല. പക്ഷെ ഇനിയെങ്കിലും ഞാൻ പറഞ്ഞില്ലേ ശരിയാകത്തില്ല. നിനക്ക് മുന്നേ ഞാൻ ഈ പെൺകുട്ടിയെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടമാണ്. അവൾ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാ ഞാൻ നിന്നോട് ഈ കാര്യങ്ങളൊക്കെ പറയണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് അവധി പറഞ്ഞു, സാരമില്ല, ഒരാൾ കരഞ്ഞാലേ ഒരാൾക്ക് സന്തോഷിക്കാൻ പറ്റുള്ളൂ.
പ്രശ്നമില്ല എന്ന് പറഞ്ഞു. എന്നാൽ ശരി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവന്തിക്ക് അങ്ങോട്ടേക്ക് പോയി. അവന്തിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുപോലെ നവീനും പറഞ്ഞു. ഇപ്പം നവീന് സങ്കടമായി. അവളും ഭയങ്കര പ്രതീക്ഷയോടെ അല്ലേ വന്നേ എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു മനസ്സിൽ നിറയെ ഉണ്ടായിരുന്നത്. പിന്നീട് മൂർത്തി മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ സംസാരിക്കുകയാണ്. നയനയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. മുത്തശ്ശൻ പറഞ്ഞു, അല്ല 3-ാം മാസത്തെ ചടങ്ങുകളൊക്കെ വരുമല്ലേ? ഈ സമയം മുത്തശ്ശി പറഞ്ഞു, അതെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വെച്ച് നടത്തേണ്ടതാണ്. എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ വെച്ച് നടത്താൻ പറ്റില്ലല്ലോ. ഇവിടെ ദേവേനിക്കൊക്കെ ആണെങ്കിലും വിഷമം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. മുത്തശ്ശൻ പറഞ്ഞു, സാരമില്ല, 3-ാം മാസം കഴിഞ്ഞാൽ എന്താ 5-ാം മാസമൊക്കെ വരുമല്ലോ, അപ്പൊ അതിന്റെ ചടങ്ങുകളൊക്കെ നമുക്ക് കാര്യമായിട്ട് നടത്താന്ന് പറഞ്ഞു. ഒരു പക്ഷേ ചടങ്ങ് നടത്തിയില്ലെങ്കിലും ഇദ്ദേഹത്തെ നയനമോള് വിളിക്കുമായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം മുത്തശ്ശൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, അവൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുവാണെങ്കിൽ നീ അത് വിലക്കേക്കണം. കാരണം എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫോൺ എടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് നീ വേണം എന്താന്ന് ചെയ്യാനായിട്ട്. മുത്തശ്ശി പറഞ്ഞു, എന്തായാലും ഇതിനെ ഇറങ്ങി തിരിച്ചല്ലേ, അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ ഞാനും ചെയ്തോളാന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആഘോഷമായിട്ട് അതിഗംഭീരമായിട്ട് നടത്തേണ്ട ചടങ്ങുകളൊക്കെയാ. ഇനിയിപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ സമയത്ത് അവന്തിക വല്ലാതെ ടെൻഷൻ അടിച്ച് അങ്ങോട്ട് വരുവാണ്. അവന്തിയെ കണ്ടു കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ ചോദിച്ചു, അല്ല എന്ത് പറ്റും മോളേന്ന് ചോദിച്ചു. അവന്തിക പറഞ്ഞു, അത് പിന്നെ മുത്തശ്ശ എല്ലാവരും ഭയങ്കര പ്രതീക്ഷയോടും സന്തോഷത്തോടും കൂട്ടല്ലായിരുന്നോ നവീനേട്ടന്റെ എന്റെ വിവാഹം ഉറപ്പിക്കാൻ തീരുമാനിച്ചേ. പക്ഷെ ഇപ്പൊ നവീനേട്ടൻ പറയുന്നു നവീനേട്ടൻ ഈ വിവാഹം വേണ്ടെന്ന്. വേണ്ടെന്നോ? അതെ, നവീനേട്ടന്റെ മനസ്സിൽ വേറൊരു പെൺകുട്ടി ഉണ്ടെന്ന് എന്നെ ഇന്ന് വിളിച്ചോണ്ട് പോയി കാര്യം പറഞ്ഞെന്ന് പറഞ്ഞു. ഇത് കേട്ട മുത്തശ്ശൻ പറഞ്ഞു, അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലോ. അങ്ങനെ എന്തേലും ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ പറയായിരുന്നല്ലോ. മോളെ ഇതിനു മുമ്പ് അവൻ കണ്ടല്ലേന്ന് ചോദിച്ചു. അതെ, ഞങ്ങൾ തമ്മിൽ 1-2 വട്ടം കണ്ടിട്ടുണ്ട്. ഹോട്ടലിൽ വെച്ച് കണ്ടാണ്. പക്ഷെ അന്നൊന്നും നവീനേട്ടൻ എന്നോട് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. പക്ഷെ ഇപ്പോഴാ പറയണേന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, ശു എങ്കിലും പിന്നെ എന്ത് ചെയ്യും? കാരണം അവന്റെ മനസ്സിൽ വേറൊരു പെണ്ണാണെങ്കിൽ നമുക്ക് ഫോഴ്സ് ചെയ്തൊന്നും ചെയ്യിക്കാൻ പറ്റില്ലോ എന്ന് പറഞ്ഞു. മുത്തശ്ശൻ ചിലപ്പോൾ അതൊക്കെ മാറുമായിരിക്കുന്നേ. അതൊക്കെ ചിലപ്പം ഇച്ചിരി നാളത്തേക്കുള്ള ബന്ധമൊക്കെ ആയിരിക്കും. അതൊക്കെ മാറിക്കോളും. നരസിംഹ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അനുസരിക്കില്ലേന്ന് ചോദിച്ചു. മുത്തശ്ശൻ പറഞ്ഞു, അതൊന്നും നമ്മൾക്ക് അതിനെക്കുറിച്ചൊന്നും കൃത്യമായിട്ട് അറിയത്തില്ല വസുന്ധരെ. ആ സമയത്ത് ഭയങ്കര സങ്കടത്തോടു വിട്ട് അവന്തിക പറഞ്ഞു, എന്നാലും മുത്തശ്ശ ഞാനൊരു കാര്യം പറയാം, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം ഇത് നേരത്തെ തുറന്നു പറയുകയാണെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നില്ല. എൻ്റെ മനസ്സിനെ മാത്രമല്ല വേദനിപ്പിച്ച് എന്നെ ഇത് വല്ലാത്ത നാണക്കേടിലേക്ക് തള്ളി വിടുകയും ചെയ്തു. എന്തോ എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായി പോയെന്ന് പറഞ്ഞ് അവന്തിക അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ആ സമയത്ത് മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, അവള് പറഞ്ഞു ശരിയാ. കാരണം അവളുടെ മനസ്സിന് വേദന ഉണ്ടായി കാണും. പിന്നെ നവീനം തെറ്റും പറയാൻ പറ്റില്ല. കാരണം ഈ പറയുന്ന അവനോടും പെണ്ണ് കാണാനെന്ന് പറഞ്ഞുകൊണ്ടല്ല അവര് കൂട്ടിക്കൊണ്ട് വന്നേ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞേ. അപ്പൊ അത് ഉൾക്കൊള്ളാനായിട്ട് അവന് കുറെ സമയം വേണ്ടി വന്ന് കാണുമായിരിക്കും. അതുകൊണ്ടായിരിക്കും. അപ്പോഴേക്കും വസുന്ധര മുത്തശ്ശി പറഞ്ഞു, ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനായിട്ടാ? ഇനി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അവരുടെ ഇഷ്ടമല്ലേ, ഇനിയിപ്പോ നമ്മൾ എന്ത് നോക്കാനാ എന്നൊക്കെ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അങ്ങനെ നവീന്റെ വീട്ടില് നവീന്റെ മുത്തശ്ശനും അമ്മയെ കാര്യങ്ങൾ അറിഞ്ഞു. നവീന്റെ അമ്മ പറഞ്ഞു, നീ ഇത് എന്ത് ഭാവിച്ചാടാ? നല്ലൊരു കുടുംബമായിരുന്നു അവരുടേത്. അവരുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ നീ അതിന്റെ ഇടങ്കോലിട്ടല്ലേന്ന് ചോദിച്ചു. അമ്മ എന്തൊക്കെ അറിഞ്ഞിട്ട് അമ്മയെ പറയണേ? അമ്മ ഇങ്ങനൊന്നും പറയരുത്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഈ വിവാഹം ഇപ്പൊ വേണ്ടെന്ന്. എടാ എന്തുകൊണ്ടാ വേണ്ടാത്തെ? നല്ലൊരു ആലോചന ആയിരുന്നല്ലോ, വാക്ക് കൊടുക്കുകയും ചെയ്തതല്ലേ. എന്നിട്ട് ഒടുവിലോ നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനും പറയുന്നതിന് മുമ്പ് ഞങ്ങളോട് ഒരു വാക്ക് ചോദിക്കാൻ മേലായിരുന്നോ? മുത്തശ്ശൻ പറഞ്ഞു, അത് ശരിയാ. നീ എന്താണ് ഞങ്ങളോട് ഒരു വാക്ക് പോലും ചോദിക്കാത്തെന്ന് ചോദിച്ചു. നവീൻ പറഞ്ഞു, മുത്തശ്ശ എനിക്ക് അവന്തിക്ക് നേരത്തെ മുതൽ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. അങ്ങനെ രീതിയിലൊരു ഇഷ്ടമില്ലായിരുന്നു. കാരണം ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ ജൂനിയറായിട്ട് പഠിച്ച അന്ന് പോലും എനിക്ക് അവളോട് ഇഷ്ടമൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഇപ്പോഴറിയാലോ, ഇപ്പോഴെനിക്ക് അങ്ങനെ തോന്നില്ല എന്ന് പറഞ്ഞു. എടാ ഇനി നിന്റെ മനസ്സിലുള്ള ആ പെൺകുട്ടിയെക്കുറിച്ച് ഓർത്തിട്ടാണോടാ നീ ഈ വിവാഹം വേണ്ടെന്ന് എന്നെ വെക്കുന്നേ? അത് കേട്ടപ്പോൾ നവീനൊന്നും മിണ്ടിയില്ല. അപ്പോഴേക്കും പത്മ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അങ്ങനെ എന്തേലും ആണെങ്കിൽ അതെങ്ങോട്ട് മനസ്സിൽ നിന്ന് എടുത്ത് കളഞ്ഞേക്കണം. ഒരിക്കലും അത് നടക്കാൻ പോകുന്നില്ല. ഈ കുടുംബത്തിന് ചേരുന്ന പെണ്ണല്ലെങ്കിൽ ഒരിക്കലും ഒരുത്തിനും ഞാൻ ഈ വീട്ടിലേക്ക് കയറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നവീൻ പറഞ്ഞു, അമ്മയ്ക്ക് ഇതെന്താ അത്? അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം, എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ ജീവിക്കണേ. എനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണെ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നേ. അല്ല അമ്മയ്ക്ക് ഇങ്ങനെ ഒരു നിലപാടാണെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിന്റെ കഴുത്തിൽ മാത്രമേ ഞാനും താലി കെട്ടാൻ പോകുന്നുള്ളൂ. അതിനൊരു മാറ്റം ഉണ്ടാകത്തില്ല. അമ്മയ്ക്ക് അമ്മ പിടിക്കുന്ന കാര്യങ്ങൾ നടക്കണം. അമ്മയുടെ വാശി ജയിക്കണം. അതുപോലെ തന്നെ എനിക്കൊന്നും പറഞ്ഞിട്ട് നവീൻ അങ്ങ് ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല നരസിംഹ വക്കീലിനും പത്മയ്ക്കും. ഇതേ സമയത്ത് നയനെ ആദർശനോട് പറഞ്ഞു, എന്നാലും ആദർശേട്ടാ നവ്യേച്ചിക്ക് ഇത് എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ ഹബി അല്ലെങ്കിൽ ഹബിയുടെ അമ്മയും ചേർന്നിട്ട് നവ്യേച്ചിന് ശരിക്കും ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുണ്ടെന്ന് തോന്നേ. എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നേ. ആദർശോട് എനിക്കും അത് തോന്നുന്നുണ്ട്. അവനാൾ കുറുക്കനാന്നുള്ള കാര്യം അറിയാലോ.
അല്ലെങ്കിൽ നവ്യേച്ചി എന്നെ ഇങ്ങനെ വിളിക്കുന്നു ആദർശാണ് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അത് ശരിയാ, എന്തൊക്കെയാ നവ്യേച്ചി വിളിച്ചു പറഞ്ഞേ? ശരിക്കും പറഞ്ഞാൽ അവന്റെ വലയത്തിൽ പെട്ടിരിക്കുക നവ്യേച്ചി, രക്ഷിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാന്ന് പറഞ്ഞു. ആദർശ് പറഞ്ഞു ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അബിയെ വിളിക്കണം. അബിയെ വിളിച്ചിട്ട് ചോദിച്ചു, നീ സന്തോഷത്തോടെ ഇരിക്കുമായിരിക്കും അല്ലേടാ എന്ന് ചോദിച്ചു. അയ്യോ അങ്ങനെയൊന്നും പറയല്ല ആദർശേട്ടാ. എടാ നിന്റെ ഭാര്യ, നിനക്കറിയാലോ കാര്യങ്ങളൊക്കെ, സത്യങ്ങളൊക്കെ അവള് തിരിച്ചറിഞ്ഞിട്ട് നീ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ പറഞ്ഞ് അവളെ മാറ്റി വിട്ടിരിക്കുമല്ലേ എന്ന് ചോദിച്ചു. അയ്യോ ആദർശേട്ടാ അങ്ങനൊന്നുമില്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ചെയ്തിട്ടില്ല പോലും, പിന്നെ നീ ചെയ്യാതെയാണോടാ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവള് മനസ്സിലാക്കിയെന്ന് ചോദിച്ചു. അയ്യോ ആദർശേട്ടാ അതിന് അവൾ അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. എങ്ങനെ ചെയ്തിട്ടില്ല? നീ എന്തൊക്കെയാടാ പറയണേന്ന് ചോദിച്ചു. ആദർശേട്ടാ അത് പിന്നെ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തിട്ടില്ലാന്നോ? നീ തെറ്റ് ചെയ്തതിന്റെ ബലമല്ലേടാ അവിടെ ഇരിക്കുന്ന ചന്തമോള. അതല്ല, അവളോട് ഞാൻ കള്ളത്തിലൊന്നും പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ അവളെ പിന്തിരിപ്പിച്ചിട്ടൊന്നുമില്ല. അവളെ എങ്ങോട്ടോ പോയിട്ട് വന്നതിന് ശേഷം എന്നോട് നല്ല രീതിയിൽ തന്നെ പെരുമാറുന്നേ. പക്ഷെ അതിന് കാരണം എന്താണെന്നും എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു. എടാ മര്യാദയ്ക്ക് ഇരിക്കുവാണെങ്കിൽ നിനക്കുള്ള, അല്ലെങ്കിലുണ്ടല്ലോ എന്താ സംഭവിക്കണേന്ന്. പിന്നെ നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും ആയിരിക്കില്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നേ. നിന്റെ മനസ്സിലൊരു ഭയം ഉണ്ടായിരിക്കണം. ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരു തെളിവുണ്ടെന്ന് ഓർക്കണം അനഘ. അനഘ മിക്കവാറും നിന്നെ ശരിയാക്കാൻ വഴിയുണ്ട്. എടാ എന്തെങ്കിലും ഒരിക്കൽ അവളെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ കാര്യത്തിൽ അവളൊരു തീരുമാനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടാണ് ആദർശ് കോള് കട്ടിയുന്നത്. അബിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ തീർന്നു. സമയം നയന പറഞ്ഞു, ആദർശേട്ടാ അനഘയുടെ കാര്യമൊന്നും പറയണ്ടായിരുന്നു പറഞ്ഞു. അതെന്താ? പറഞ്ഞാൽ ശരിയാകത്തില്ല. കാരണം ഇനിയിപ്പോൾ അബി ആ വഴിക്ക് പോവും. അനഘ ഇനി വീണ്ടും ഇല്ലാതാക്കാൻ ശ്രമിച്ചാലോ? അതൊന്നും നടക്കില്ല നയനെ, അങ്ങനെയൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു. എന്നാലും എനിക്കൊരു ഭയമുണ്ടെന്ന് പറഞ്ഞു. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് മാളവികയുടെ കോള് എത്തുന്നത്. ഇതേ പറഞ്ഞു തീർന്നുള്ളൂ. പിന്നീട് മാളയെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ആദർശ് സാറിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ കാണാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ആദർശ് മാളവിയെ കാണാൻ ചെന്നു. കഴിഞ്ഞപ്പോഴത്തേനുമാണ് മാളവി പറയണേ, അതെ ഈ ഹോട്ടൽ മോഡേണിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഡേവിഡ് പോകുന്നുണ്ട്. അയാൾ അവിടേക്ക് പോകുന്നുണ്ടെങ്കിൽ ആരെയോ കാണാനാണ്. അയാൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരാൾ അവിടെയുണ്ട്. ഇന്ന് തന്നെയാണെങ്കിൽ ഞാൻ 2-3 വട്ടം ക്യാബിലേക്ക് കയറി ചെന്നു. അതിന് ഞാൻ കാരണം ഉണ്ടാക്കിയേ കയറി ചെന്നേ, ഒരു സംശയം തോന്നാത്ത രീതിയിൽ. അതുകൊണ്ടാണ് നയന മാഡത്തിനോട് പറഞ്ഞ് 2-3 ഡിസൈൻ വരച്ചു തരണമെന്ന്. അങ്ങനെ ഒരു തവണ ചെല്ലുന്ന സമയത്ത് അയാൾ പുറംതിരിഞ്ഞ് നിന്ന് സംസാരിക്കുമായിരുന്നു. എന്നെ കണ്ടില്ല. അപ്പോൾ കുറച്ച് സമയം ഞാനവിടെ വെയിറ്റ് ചെയ്തു. ആ സമയത്ത് ഹോട്ടൽ മോഡേണിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയണത്. ഒരുപക്ഷെ അയാൾ കാണുന്ന ആള് സ്ഥിരം അവിടെയുള്ള ആളായിരിക്കണം. ഒന്നിക്ക് അവിടെ വന്ന് തമ്പടിച്ചിരിക്കണം. അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യമുണ്ട്, ഇയാളെ കാണാൻ വേണ്ടി തന്നെയായിട്ട് അങ്ങോട്ടേക്ക് വരുന്നതായിരിക്കും എന്ന് പറഞ്ഞു. ഒരു കാര്യം ഉറപ്പ്, അയാളുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് വ്യക്തമായത് അയാൾ വളരെ ഭവ്യതയോട് കൂടിയിട്ടാണ് ഫോണിൽ കൂടെ സംസാരിക്കുന്ന ഓപ്പോസിറ്റുള്ള ആളോട്. അതിനർത്ഥം എന്താ? ഇയാളുടെ മുകളിലുള്ള ആളായിരിക്കണം അയാളെന്ന. അത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു, അത് ചിലപ്പോൾ ശരിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ മോഡേൺ ഹോട്ടലിലേക്ക് ഞാൻ പോകേണ്ട വരുമല്ലോ. വേഷം മാറി അങ്ങോട്ടേക്ക് പോവാം. ഇയാൾ ആരെയാ കാണുന്നത്, എന്താ എങ്ങനെയാന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുമല്ലോ. അയാളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യാവസ്ഥകളൊക്കെ അറിയാൻ സാധിക്കുമായിരിക്കും എന്ന് പറഞ്ഞു. മാളവി പറഞ്ഞു, അത് ശരിയാ, എങ്കിൽ എത്രയും പെട്ടെന്ന് അയാളുടെ അടുത്തേക്ക് ചെല്ലണം. ഇനിയിപ്പം സേവയോട് ചോദിക്കണം ഇവർ തമ്മിൽ ഇനി എന്നാ വിളിക്കണം എന്താന്നൊക്കെ. കാരണം വിളിക്കുന്ന എന്നാന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ കൂടുതൽ എളുപ്പം. എന്നാണ് മോഡേൺ ഹോട്ടലിലേക്ക് പോകുന്നതെന്ന് അറിയാനായിട്ട് സാധിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നടത്തണം എന്ന് പറഞ്ഞിട്ടാണ് ആദർശ് അവിടെ നിന്ന് പോകുന്നത്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.